ഒരു ദിവസം കൊണ്ട് തഞ്ചാവൂർ പോയി എന്നാലോ. രാത്രിയുള്ള കാരിക്കൽ എക്സ്പ്രസ്സിൽ ജനറൽ എടുത്താണ് ഞങ്ങൾ പോയത്. രാത്രിയുള്ള യാത്രയായതുകൊണ്ട് തന്നെ ജനറൽ എടുക്കാണ്ട് സ്ലീപ്പർ എടുത്ത് പോകണേക്കും എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. രാവിലെ 9:30 തഞ്ചാവൂർ എത്തി. അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നടന്നാണ് ഒരു സ്പോട്ടിലോട്ട് ഞങ്ങൾ പോയത്. പുറത്തിറങ്ങി അവിടെ നോക്കിയപ്പോഴും മലയാളികൾ. ഇതെന്താ മലയാള മാസം. പോകേണ്ട സ്ഥലമൊക്കെ ഈ ബോർഡുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല. നടന്നുള്ള യാത്രയുണ്ട് തന്നെ ഓരോന്നും കൗതുകരമായിരുന്നു. ആദ്യം നമ്മൾ പോയത് തഞ്ചാവൂർ പാലസിലോട്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചേഞ്ച് കൈ വെക്കാൻ ശ്രമിക്കുക. ഗൂഗിൾ പേയും കാര്യങ്ങളൊന്നുമില്ല. എൻട്രി ഫീസ് പറഞ്ഞാൽ 50 രൂപയാണ്. ഞങ്ങളുടെ 500 രൂപയായിരുന്നു. അത് മാറാൻ നടന്ന് ചേഞ്ച് കിട്ടി ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറി. ഇത് ഏത് രാജാവിൻ്റെ പടമാണ്? പാലസിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ലൈബ്രറിയാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ സ്വഭാവം വെച്ചാൽ അവിടെ കയറാൻ തന്നെ അടുത്ത സ്പോട്ടിലോട്ടാണ് ഞങ്ങൾ പോയത്. അതാ പറഞ്ഞ കൊട്ടാരം. അങ്ങനെ ആർട്ട് ഗാലറിയോട്ടാണ് ആദ്യം നമുക്ക് കയറാൻ പോകുന്നത് കേട്ടോ. ഭാഗ്യമായിട്ട് വരാം. ഇത് ശരിക്കും തഞ്ചാവൂർ മറാത്ത കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നിത് 1674 മുതൽ 1855 വരെ തഞ്ചാവൂർ ഭരിച്ചിരുന്ന ബോൺസെ കുടുംബത്തിൻ്റെ ഔദ്യോഗിക വസതി കൂടിയാണ്. ഈ കാണുന്ന ശില്പങ്ങളെല്ലാം അന്ന് കാലത്ത് അമ്പലങ്ങളിൽ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആർക്കിടെക്ചറാണ്. അന്നത്തെ കാലത്തും ഒരു ടെക്നോളജി ഉപയോഗിക്കാതെ ഇതൊക്കെ നിർമ്മിച്ചെന്ന് പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ്. ഇതിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബെൽ ടവർ. ഇതിൻ്റെ താഴെ കാണുന്ന ഒരു കുളമാണ്. ഇതുകൂടാതെ തന്നെ മറ്റു പല പുരാതന വസ്തുക്കൾ കൂടി സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ കാണാനുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വീഡിയോയിലെല്ലാം കാണിക്കാൻ പറ്റില്ല. അപ്പോൾ പാർട്ടായിരിക്കും അടുത്ത വീഡിയോയിലൊക്കെ വരാൻ പോണത്. അപ്പോൾ അത് കാണാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.